ഒരു പുതിയൊരു പാലത്തിന് പേര് നൽകിയിട്ടുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയും വാർത്താ ചാനലുകളൊക്കെ. ബ്രിട്ടാസ് ബ്രിഡ്ജ് എന്നാണ് ആ പാലത്തിന്റെ പേര്. ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് BJPക്കും CPM-നും ഇടയിലെ ഒരു നല്ലൊരു പാലമായി PM ശ്രീ പദ്ധതിയിൽ വർത്തിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ബ്രിട്ടാസിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു വെളിപ്പെടുത്തലുകൾ എന്താണെന്ന് വെച്ചാൽ, നോട്ടിൽ ഇന്ത്യയുടെ നമ്മുടെ ഇന്ത്യൻ കറൻസിയിൽ നിന്നും ഗാന്ധിജിയുടെ രൂപം മാറ്റും എന്നാണ് ജോൺ ബ്രിട്ടാസ് പറഞ്ഞിരിക്കുന്നത്. അത് അപ്പോൾ ഒരു പാലമായി ഒരു മീഡിയേറ്ററായിട്ട് വർത്തിക്കുന്ന ഒരാൾ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളത് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. BJPയുടെ ഒരു മനസാക്ഷി സൂക്ഷിപ്പുകാരനായ CPM-കാരൻ എന്ന ഒരു നിലയിലേക്ക് ജോൺ ബ്രിട്ടാസ് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഇടതുപക്ഷത്തെ LDF സർക്കാരിനെ ആര് വിമർശിച്ചാലും അവരെല്ലാം സംഖ്യ എന്ന് വിളിക്കുന്നവരാണ് ഈ ഇടതുപക്ഷക്കാർ. ആ ഇടതുപക്ഷക്കാർ തന്നെ ഈ BJPക്കും CPM-നും ഇടയിലെ പാലമായി വർത്തിക്കുമ്പോൾ ഇവരാരെയാണ് ഈ സംഖ്യ എന്ന് വിളിക്കുന്നത് യഥാർത്ഥത്തിൽ? പിന്നെ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് CPI വരെ ഒറ്റുകൊടുത്തുകൊണ്ടാണ് ഇവിടുത്തെ കേരള സർക്കാർ നിലകൊണ്ടത്. അപ്പോ അതിൽ യഥാർത്ഥത്തിൽ ബ്രിട്ടാസിന്റെ പങ്ക് പുറത്തു വരുമ്പോൾ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ട മറ്റൊരു വിഷയം കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഒരു BMW ബൈക്കിലിരിക്കുന്ന ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് CPM നേതാക്കന്മാർ രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിക്കുന്ന രീതിയിൽ എവിടെയാണ് ഈ പ്രതിപക്ഷ നേതാവ് എന്നൊക്കെ പറഞ്ഞ് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അപ്പോ ഇവർക്ക് എന്തുമാകാം എന്നുള്ളതാണ്. അത് മാത്രമല്ല, പ്രധാനമന്ത്രിയോടൊത്തുള്ള ഒരു ചായ സൽക്കാരത്തിൽ പ്രിയങ്ക ഗാന്ധിയും NK പ്രേമചന്ദ്രനും പങ്കെടുത്തതിനെയും ഇവർ വലിയ രീതിയിൽ അന്ന് വിമർശിച്ചത് ജോൺ ബ്രിട്ടാസ് ആണ് അത് എടുത്തു പറഞ്ഞ് വിമർശിച്ചത്. ഈ ജോൺ ബ്രിട്ടാസിന് എന്ത് യോഗ്യതയാണുള്ളത് പ്രിയങ്ക ഗാന്ധിയെയും NK പ്രേമചന്ദ്രനെയൊക്കെ ഈ വിഷയത്തിൽ കുറ്റം പറയാൻ? അത് ഇപ്പോ ഈ വിവരങ്ങളെല്ലാം പുറത്തു വന്ന ഈ സാഹചര്യത്തിൽ ബ്രിട്ടാസിന് എന്ത് യോഗ്യതയാണുള്ളത്? ചേച്ചി, ഇതില് ബ്രിട്ടാസിന് പറയാൻ ഒരു യോഗ്യതയുമില്ല. കാര്യം നമുക്കറിയാം, പിണറായി വിജയനാണെങ്കിൽ മോദി ചായ സൽക്കാരത്തിന് വിളിച്ചാൽ പോകില്ല എന്ന് ചോദിക്കുമ്പോൾ ഇവര് പറയും പോകില്ല എന്ന്. പക്ഷെ ആ വിഷയത്തിൽ ഒരിക്കലും പോകില്ല ഇങ്ങനെ എന്ന് നമുക്കിങ്ങനെ പറയാം. അതുകൊണ്ട് ഈ വിഷയത്തിൽ പറയാനൊന്നുമില്ല. പിന്നെ നമുക്കറിയാം, ഈ പറഞ്ഞതുപോലെ ഇന്ത്യൻ കറൻസിയിൽ നിന്ന് മഹാത്മാഗാന്ധിയെ മാറ്റുമെന്ന് ബ്രിട്ടാസ് പറയുന്നു. ചേച്ചി പറഞ്ഞതിൽ ബ്രിട്ടാസ് പറയുമ്പോൾ നമ്മളത് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. ബ്രിട്ടാസും കേന്ദ്രവും തമ്മിൽ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നു കഴിഞ്ഞു. അത് ഈ കേരള സർക്കാർ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു പാലമാകാൻ ബ്രിട്ടാസ് തയ്യാറാവുകയാണെന്ന് വേണം ഈ ഒരു പ്രസ്താവനയിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അല്ല ചേച്ചി, അതിനൊരു സാധ്യതയുണ്ട്, തള്ളിക്കളയാനാകില്ല. ഈ ബ്രിട്ടാസ് പറയുന്നതിന് മുമ്പ് പോലും ഞാൻ കഴിഞ്ഞ ദിവസം മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് മഹാത്മാഗാന്ധി എന്ന പേര് മാറ്റി പുതിയ പേര് കൊടുത്തപ്പം ഞാൻ നോർമലി ചിന്തിച്ചു, ഇനി എന്നാണ് ഗാന്ധിയെ നോട്ടിൽ നിന്ന് വെട്ടുന്നത്? അത് നമ്മൾ നോർമലായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇന്നത് ബ്രിട്ടാസ് പറയുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ചേച്ചി ചിന്തിക്കുന്നതും ബ്രിട്ടാസ് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ബ്രിട്ടാസ് എന്ന് പറയുന്നത് കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും കൂടെ ഒരു പാലമാണ്. BJPയും CPM-നെയും തമ്മിൽ കണ്ടിക്കുന്ന ഒരു പാലം, ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് ബ്രിട്ടാസ്. അപ്പൊ ബ്രിട്ടാസ് പറയുമ്പോൾ നമ്മളത് വില നൽകേണ്ട ഒരു കാര്യമാണ്. ഇനിയിപ്പോ നാളെ ഒരു പക്ഷേ നോട്ടിൽ നിന്ന് ഗാന്ധിജിയുടെ ചിത്രം വെട്ടിമാറ്റിയാലും നമുക്ക് അത്ഭുതപ്പെടാനില്ല. കാരണം കേരളത്തിന്റെ പോക്ക് അങ്ങോട്ടേക്കാണ്. അല്ലെങ്കിൽ ഇന്ത്യയുടെ പോക്ക് ശ്രീരാമന്റെ ചിത്രം വെക്കുവോ? ഇല്ല, സവർക്കറുടെ ചിത്രം. അങ്ങനെയല്ല. ഞാനിപ്പോ രാമൻ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടെന്ന് വെച്ചാല് PM ശ്രീ പദ്ധതി അതല്ല, പിന്നെ മറ്റേ നമ്മുടെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ പേര് എടുത്തു മാറ്റേണ്ടതിന്റെ ആവശ്യകത എന്തായിരുന്നു? ഇത് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള ജനങ്ങൾ അത് ചോദിക്കണം. മഹാത്മാഗാന്ധി ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ് എന്ന കാര്യം അംഗീകരിക്കുന്നില്ല എന്ന ഒരു ഉറക്കെയുള്ള ഒരു പ്രഖ്യാപനമാണ് ആ പദ്ധതിയിൽ നിന്നും മഹാത്മാഗാന്ധിയുടെ പേരെടുത്തു മാറ്റുക. ഇതിനെതിരെ ശരിക്കും പറഞ്ഞാൽ പ്രതിപക്ഷം വലിയ പ്രക്ഷോഭം തന്നെ നടത്തേണ്ടതാണ്. പ്രക്ഷോഭം നടത്തുമ്പോൾ പോലും അതൊന്നും ഗൗനിക്കാതെയാണ് ഈ ഒരു ഇതുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നതും പാസ്സാകുന്നതും. ഇതിന്റെ അകത്ത് വേറൊരു കാര്യമുണ്ട് ചേച്ചി, ഇവർക്ക് ഗാന്ധിജിയെ ഇഷ്ടമല്ല. ഈ സംഘികൾക്ക് അത് അദ്ദേഹം ഇവിടുത്തെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ്. സംഘികൾക്ക് ഗാന്ധിജിയെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ സംഘപരിവാറുകാർക്ക് ഗാന്ധിജിയോട് യോജിപ്പില്ല എന്ന് നമുക്കറിയാം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ പേര് വെട്ടുന്നത്. അതിന് മുന്നേ ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്കൂ. PM ശ്രീക്ക് മുന്നേ തന്നെ നമ്മൾ ഈ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ മുന്നേ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു, PM ശ്രീ വരുമ്പോൾ കുറെ മാറ്റങ്ങൾ കൊണ്ടുവരും, ചരിത്രം വെട്ടിത്തിരുത്തപ്പെടും. അവിടെയും അവർ ഉദ്ദേശിച്ചത് എന്താണ്? ഗാന്ധിജിയെ സ്വാതന്ത്ര്യ ചരിത്രത്തിൽ നിന്നും ഗാന്ധിജിയുടെയും
അതായത് കോൺഗ്രസ് നേതാക്കന്മാരുടെ എല്ലാം പേര് മാറ്റുക എന്നുള്ള. അങ്ങനെയാണെങ്കിൽ പിന്നെ ആരാ ഇവിടെ സ്വാതന്ത്ര്യ സമരം ചെയ്തതെന്ന് ഇവർ എഴുതാൻ പോകുന്നത്? എനിക്കറിയില്ല അവരെന്താണ് സവർക്കറെ പറ്റിയായിരിക്കും എഴുതാൻ പോകുന്നത്. സവർക്കർ ആണ് നിന്ന് ഇവിടെ നേതൃത്വം നൽകിയതെന്നാണ് ഇവർ എഴുതാൻ പോകുന്നത്. ആയിരിക്കും. അപ്പൊ ആ ഒരു വിഷയമാണ് അവർ അന്ന് വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവന്നത്. ഇപ്പൊ നമുക്കറിയാം തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും മഹാത്മാഗാന്ധിയുടെ പേര്. ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. നമ്മളിപ്പോ എത്രയൊക്കെ പറഞ്ഞാലും ഇത് വളരെ പെട്ടെന്ന് ആരും അക്സെപ്റ്റ് ചെയ്യില്ല. കാര്യം തൊഴിലുറപ്പിന് വന്ന സാധാരണക്കാരാണ്. അങ്ങനെയല്ല, അത് നമുക്ക് തോന്നുന്നതാണ്. കാരണം ഇതിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന പ്രവർത്തനങ്ങൾ ഇവിടുത്തെ ആൾക്കാർ, BJP-ക്കാർ വളരെ നേരത്തെ തന്നെ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അത് സോഷ്യൽ മീഡിയ വഴിയായിരുന്നു. അതായത് മഹാത്മാഗാന്ധിയെക്കുറിച്ചും ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചും ഇന്ദിരാഗാന്ധിയെക്കുറിച്ചും അവർ വളരെ മോശമായ രീതിയിലുള്ള കഥകൾക്ക് പ്രചാരണം നൽകുകയാണ് ആദ്യം ഇവർ ചെയ്തത്. അങ്ങനെ ചെയ്ത് അപ്പൊ ഈ അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് പക്ഷം എന്ന് പറയുന്നത് പോലെ, അതായത് പണ്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ ഒരു സെന്റൻസ് ആണ് എനിക്ക് ഓർമ്മ വരുന്നത്. മഹാത്മാഗാന്ധിയെ പോലെ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു എന്ന് വരും തലമുറ ചിലപ്പോൾ വിശ്വസിക്കുക പോലും ഇല്ല എന്ന്. അപ്പോ എന്തിനെ പറ്റിയും ഒരു വിരുദ്ധ അഭിപ്രായം, ഇപ്പൊ ഒരു സിനിമ റിലീസായെന്ന് വെച്ചു, ഒരുപാട് എല്ലാവരും അതിനെ പ്രകീർത്തിക്കുന്നു. അപ്പൊ ഒരാള് അതിനെ കുറ്റം പറഞ്ഞുകൊണ്ടൊരു റിവ്യൂ ഇട്ടാൽ ആ റിവ്യൂ കുറച്ച് നന്നായി കയറിപ്പോകും. എന്തുകൊണ്ടാണ്? ഒരു വ്യത്യസ്തമായി ഈ ആൾക്കാർ അതിലെന്തെങ്കിലും ഉണ്ടാവുമല്ലോ, ചിലപ്പോൾ അതായിരിക്കും സത്യം. ഈ നെഗറ്റീവ് പബ്ലിസിറ്റിയെ ഫോളോ ചെയ്യാനും വിശ്വസിക്കാനും താല്പര്യപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആ ഒരു ഹ്യൂമൻ സൈക്കോളജി പോലെയാണത്. അപ്പോ അതിനെ മുന്നിൽ കണ്ടു, അതിനെ മുതലാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു ഹിന്ദു രാഷ്ട്രം എന്നുള്ള ഒരു കാര്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇവർ വളരെ നേരത്തെ തന്നെ ഈ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. അല്ലേ ചേച്ചി? അങ്ങനെ പറയുമ്പോഴും നമുക്കറിയാം രാമന്റെ ഏറ്റവും കൂടുതൽ രാമൻ അടുത്ത് നിൽക്കുന്ന ആളെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരാൾ ഗാന്ധിയാണ്. ഹേ ശ്രീറാം. അതെ, അദ്ദേഹത്തിന്റെ അവസാനം ജീവൻ പോകുമ്പോ അദ്ദേഹം അവസാനമായി ഉച്ചരിച്ചതും ഹേ റാം എന്നായിരുന്നു. അപ്പൊ അതേ രാമനെ വെച്ചാണ് BJP രാഷ്ട്രീയം കളിക്കുന്നത്. രാമൻ എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ രാമനല്ല, ഇന്നത്തെ RSSകാരുടെ രാമൻ അല്ലേ? നമ്മളെല്ലാം വളരെ ചെറുതിലെ സന്ധ്യക്ക് വിളക്ക് കൊളുത്തി രാമനാമം ജപിച്ച് വളർന്നവരാണ്. അതിപ്പോ ഒന്നും നമ്മൾ ഹൈന്ദവതയെ മുൻനിർത്തിയോ ഒന്നുമല്ല, നമ്മൾ ഫോളോ ചെയ്തു പോകുന്ന ഒരു കൾച്ചർ, ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് രാമനാമം ജപിച്ചിരുന്നു എന്നല്ലാതെ ശരിക്കും പറഞ്ഞാൽ ഈ രാമൻ എന്ന ഒരു കഥാപാത്രത്തിന് വേണ്ടിയിട്ട് ഒരു രാഷ്ട്രീയമായി ഇത്രയധികം നിലപാടുകൾ ഈ ഒരു BJP സർക്കാർ എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. തിരിച്ച് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചേച്ചി, ഈ രാമൻ എന്ന് പറയുന്നത് ഹിന്ദുക്കൾക്ക് മാത്രം അവകാശപ്പെട്ടതാണോ? അതൊരു ഇന്ത്യൻ സംസ്കാരത്തിന്റെ, ഇന്ത്യയിലുള്ള ഈ ഇതിഹാസം, രാമായണവും മഹാഭാരതവും എന്ന് പറയുന്നത് ഇവിടെ ഇന്ത്യയിലെ രണ്ട് ഇതിഹാസങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ അത് ഒരിക്കലും ഒരു ഹിന്ദു പുരാണം എന്നതിലുപരി ഇന്ത്യൻ സംസ്കാരത്തിലെ രണ്ട് പുസ്തകങ്ങളാണ്. ആ പുസ്തകത്തിലെ കഥാപാത്രമാണ് രാമൻ. ആ കഥാപാത്രത്തെയാണ് ഗാന്ധിജി ഉൾക്കൊണ്ടിരുന്ന രാമൻ അല്ലേ? പക്ഷേ ഇന്ന് ഈ പറയുന്ന BJP-ക്കാർ അല്ലെങ്കിൽ സംഘികളുടെ രാമൻ ഇതാണോ? അല്ല, അത് വർഗീയതയുടെ രാമനാണ്. കാരണം പഴയ രാമൻ എന്ന് പറഞ്ഞാൽ ഒരു ഭരണാധികാരി എന്തായിരിക്കണം എന്ന് ജനങ്ങൾ അല്ലെങ്കിൽ ഒരു ഭരണകർത്താവ് അത് കണ്ടു പഠിക്കണം എന്നുള്ള ഒരു സന്ദേശമാണ് ആ ഒരു ശ്രീരാമൻ എന്ന കഥാപാത്രത്തിലൂടെ ആ വാൽമീകി നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത്. അതായത് സ്വന്തം രാജ്യത്ത് ഒരു അലക്കുകാരൻ പോലും അസ്വസ്ഥനാവാൻ പാടില്ല, രാജാവിന്റെ നീതിയിൽ സംശയം ഉണ്ടാകാൻ പാടില്ല, അതിനുവേണ്ടി കുടുംബം പോലും ത്യജിക്കാൻ തയ്യാറാവുന്ന ഒരു പുരുഷോത്തമനാണ് ശ്രീരാമൻ എന്നാണ് ആ ഒരു ശ്രീരാമൻ എന്ന കഥാപാത്രം നൽകുന്ന സന്ദേശം. പക്ഷെ ഇപ്പോ ഇവിടെ നമുക്കിപ്പോ കേന്ദ്രം വിടും, കേന്ദ്രത്തിൽ ശരി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കുടുംബമില്ല, ഭാര്യയില്ല എന്ന് പറയാം. പക്ഷെ നമ്മുടെ സംസ്ഥാനത്ത് എന്താണ് നടക്കുന്നത്? കുടുംബത്തിന് വേണ്ടിയിട്ട് ഖജനാവ് കൊള്ളയടിക്കുക, പിൻവാതിൽ നിയമനങ്ങൾ നടത്തുക, ബന്ധു നിയമനങ്ങൾ നടത്തുക. അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് ഈ ശ്രീരാമനെ ഉൾക്കൊള്ളാൻ കഴിയില്ല ഒരിക്കലും. കാരണം ഇവർ കുറ്റം പറയാണ്, ഗർഭിണിയായ ഭാര്യയെ കാട്ടിൽ ഉപേക്ഷിച്ചു. അത് എന്തിനുപേക്ഷിച്ചു എന്നുള്ളതാണ്. അത് ശ്രീരാമൻ എന്ന് പറയുന്ന കഥാപാത്രം വെറുമൊരു വ്യക്തിയല്ല, അദ്ദേഹം ഒരു രാജ്യം ഭരിക്കുന്ന രാജാവാണ്. അപ്പൊ ആ രാജ്യത്ത് ഒരു പ്രജയും രാജാവിന്റെ മേൽ അല്ലെങ്കിൽ രാജാവിന്റെ ഭാര്യയുടെ മേൽ സംശയം ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ആ ഒരു ഭരണകർത്താവിന്റെ എങ്ങനെയായിരിക്കണം ഒരു ഭരണകർത്താവ് എന്ന് പറഞ്ഞു കൊടുക്കുന്നതിലുപരി അതിന് വേറൊരു അർത്ഥം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് ഭരണത്തെയും രാജ്യത്തിന്റെ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു ഘടകമായി ആ ഒരു കഥാപാത്രം മാറേണ്ട ആവശ്യമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ രാമനാമം ഒരുപാട് ജപിച്ചിട്ടുണ്ട്.
പക്ഷെ ചേച്ചി, നമ്മൾ ഈ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ വായിച്ചറിഞ്ഞ നമ്മൾ വിശ്വസിക്കുന്ന ഒരു രാമനുണ്ട്, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു രാമനുണ്ട്. അതല്ല ഇന്നത്തെ BJP-കാരുടെ രാമൻ. വോട്ട് ബാങ്കുകൾക്ക് വേണ്ടി, ഹിന്ദുക്കളെ ഒപ്പം നിർത്താൻ വേണ്ടി അവരിറക്കി വെറും ഒരു ടൂള് മാത്രമാണ് ഹിന്ദുക്കളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്യുക എന്നുള്ള, അതായത് ഒരു മുസ്ലിം വിരുദ്ധ കാർഡ് ഇറങ്ങി. ഇപ്പോൾ അവർ മുസ്ലിങ്ങളെല്ലാം ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും BJP-യുടെ പ്രധാന രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷ വിരുദ്ധതയാണ് എന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാം. ആ ഒരു ന്യൂനപക്ഷ വിരുദ്ധത, അതായത് ന്യൂനപക്ഷങ്ങൾ ഇവിടെ വർദ്ധിച്ചു വരുമ്പോൾ ഹിന്ദുക്കൾ ഇവിടെ സുരക്ഷിതരാവില്ല എന്നുള്ള ഒരു നരേഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഹിന്ദുക്കളുടെ വിശ്വാസത്തെ മുതലെടുത്തുകൊണ്ട്, അതായത് BJP വന്നാൽ മാത്രമേ ഇവിടെ ഹൈന്ദവത സംരക്ഷിക്കപ്പെടുകയുള്ളൂ എന്ന ഒരു ബോധ്യം ഇവിടെ പരത്തിക്കൊണ്ട് തന്നെയാണ് BJP ഇവിടെ അധികാരം സ്ഥാപിച്ചിരിക്കുന്നത്.